moving. That's it. Keep it up. Yeah. Ooh, fantastic. ഇനി നീ ഒന്ന് വിളിച്ചു. Okay, fine. അടിയാ. ഉഫ്. Fine. അടിയടാ. Good boy. I got him. What happened, man? Hey, Sunil. എന്നാ പറ്റിയത്? Hey, Sunil. Hey. Hey, let's go. Sunil. Come on. പിടിച്ചോ. ഒരു കുഴപ്പമുണ്ടോ? You just sit down and relax. കുഴപ്പമൊന്നുമില്ല. ജോണി, നീ സാധനം എടുത്ത്. ഇവിടെ വെച്ച് പറ്റില്ല. സാരമില്ല. എവിടെ കൊടുക്കാൻ അങ്ങോട്ട്. കൊടുക്കാൻ അങ്ങോട്ട്. നിന്നോട് കൊടുക്കാനില്ല പറഞ്ഞു. ഇവിടെ വെച്ചോ. വേഗം കൊടുക്കാൻ അങ്ങോട്ട്. കത്തിച്ചോടാ. കത്തിയില്ല, ഒന്നുകൂടെ കൊടുക്ക. രണ്ട് പുക അങ്ങെടുത്തോ, സംഭവം ക്ലീൻ. Don't worry, man. You'll be fine. No problem. Come on, let us move. Come, get up. കുഞ്ഞ് നേരത്തെ വന്നല്ലോ. ഡാഡി ഇപ്പൊ ഫോൺ ചെയ്തേ ഉള്ളൂ. വരാൻ ഇനി 2 ദിവസം ആവൂത്രേ. പിന്നെ മമ്മി കാലത്തെ പോയതാ. ഏതാണ്ട് പെണ്ണുങ്ങളുടെ മീറ്റിംഗ് മറ്റുണ്ടെന്നാ പറഞ്ഞ. അത് എന്റെ കമന്ററി. പിന്നെ കാശ് വല്ലതും വേണമെങ്കിൽ താക്കോല് മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഓ, അത്രയെങ്കിലും ഒന്ന് ചെയ്തല്ലോ. ഓ, കുഞ്ഞിന് വിശക്കൊന്നുണ്ടായിക്കല്ലേ? താനൊന്നും ചോദിച്ചോണ്ട് വരണ്ട. ഓ, അയാൾക്കൊരു സ്നേഹം കയറുന്നു. എന്തു ചെയ്യാം, നല്ലൊരു ജന്മമായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? പോയില്ലേ? നല്ലവരെയൊക്കെ ദൈവം വേഗം വിളിക്കൂടാ. ഇതെപ്പോഴായിരുന്നു? അയ്യോ പാവം,
അന്തോണി ചേട്ടൻ മരണത്തിൽ അദ്ദേഹത്തിന് അഗാധമായ ദുഃഖമുണ്ട്. അവിടെ ഇരുന്നോട്ടെ. അല്ല, ചത്തുപോയെന്ന് കരുതി നമ്മളും ഉണ്ടായിരുന്നിട്ട് എന്താ കാര്യം? അച്ചായോ സാധനം ഉണ്ടോ? അളവെത്രയാ? നീളോ വീതിയും പറ. എന്തിന്റെ? ശവത്തിന്റെ അല്ലാതെ എന്താ? ഒന്ന് കണ്ണു തുറക്ക്, എന്നല്ലേ കാണാൻ പറ്റൂ. ആ, നിങ്ങളാ? ഇത് എപ്പോ സംഭവിച്ചതാ? ഇന്നലെ രാത്രി അത്താഴം കഴിഞ്ഞ്. അത്താഴം ആരാ കഴിച്ചേ? അല്ല, ഉച്ചക്ക് ഊണ് കഴിഞ്ഞ്. ഏതാണ്ടാ നേരത്ത് കിടന്നതാ? അല്ല, ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ട് കിടന്ന് ഉറങ്ങിയാലേ ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയാലോ? ഇവിടെ എന്താ എടുക്കാനുള്ളത്? ശവപ്പെട്ടി. അതാർക്കാ വേണ്ടത്? ശവങ്ങൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ശവങ്ങൾ മോഷ്ടിക്കില്ല. എന്റെ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് പറയാ, ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം വിശ്വസിക്കാൻ ശവങ്ങളാ. പെങ്ങന്മാരനെ കല്യാണം വരെ കഴിച്ചു കൊടുക്കാം. കത്ത് കിട്ടിയോ രക്ഷപ്പെട്ടു. അപ്പോഴേ ഞങ്ങൾ കാലത്തെ വന്നത് ഈ ശവപുരാണം കേൾക്കാനല്ല, കാലത്തെ നല്ലൊരു മൂടുണ്ടാക്കാനുള്ള വഴി എന്താ നോക്ക്. മൂടുണ്ടാക്കാൻ ഞാൻ ആ പുതിയ എവിടെ വെച്ച്? അല്ല, ഇത് എപ്പോ എത്തി? വാ, നമുക്ക് നിങ്ങൾ എന്റെ പിന്നാലെ വരുവിൻ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്റെ കൈവശമുണ്ട്. മിലിറ്ററി എങ്കിൽ രാവിലെ ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവിടെ. വേറെന്താ പണി? ഞാൻ പറഞ്ഞില്ലടാ. നോക്ക്, സംഗതി റെഡി. എവിടുന്ന് തപ്പി എടുത്ത കൊച്ചു കള്ള. അന്വേഷിപ്പിൻ, കണ്ടെത്തും. അങ്കിൾ കാലത്ത് ഒരു ബൈബിൾ മോഡലാണല്ലോ. ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരുന്നില്ല. ഏയ് വേണ്ട വേണ്ട, ഞങ്ങൾ ഇപ്പോ ജീവൻ കൊടുത്തിങ്ങോട്ട് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് തീർത്ത് കൊടുത്താ പിന്നെ വലിയച്ചങ്ങ് കയറ്റിക്കോളൂ. എന്റെ പൊന്നു മക്കളെ, പഴയ ആത്മാവല്ലേ, പെട്ടെന്നൊന്നും അങ്ങനെ പോഞ്ഞു പോവില്ല അല്ലേ? അപ്പോ എന്താണ് ഇന്നത്തെ ചർച്ചാ വിഷയം? എന്റെ കർത്താവേ, എന്താണോ? ഞാൻ ഈ ശവപ്പെട്ടി മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ ഒരു കാര്യമുള്ളേ? നമ്മുടെ നാട്ടില് കൊള്ളാവുന്ന ഒരുത്തം മരിച്ചിട്ട് 2 മാസമായില്ലേ? അച്ചായൻ പേടിക്കാതെ, ഈ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കമൊക്കെ ഇവിടെ ഉണ്ടാവും. അച്ചായന് യോഗം ഉണ്ടെങ്കിൽ ഉണ്ടായാ പോരല്ലോ, ചാവുന്നവൻ ക്രിസ്ത്യാനി തന്നെ ആവണ്ടേ? കഴിഞ്ഞ ആഴ്ചയിൽ കാരക്കാമുറിയില് ഒരു ബസ് മറി കേട്ട വഴി ഞാൻ ഓടി. 2 ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ കാര്യം? 2 ഹിന്ദുക്കളാ. അതുപോലെ തന്നെ ഞവരിക്കുളത്തില് ഒരു അമ്മയും ഒരു മോനും. ഇതൊക്കെ യോഗാണേ, കിട്ടുമ്പോഴേ ഇത് കിട്ടുള്ളൂ. ഞാൻ ചെന്ന് ഇങ്ങനെ മതി മതി മതി. ആര് അവിടെ ഈടോ, തനിക്ക് ഈ ശവത്തിന്റെ കാര്യമല്ലാതെ വേറൊന്നും പറയാനില്ലേ? ശവപ്പെട്ടി കച്ചവടക്കാരൻ പിന്നെ സുവിശേഷ പ്രസംഗം നടത്താ. എടോ അന്തോണി, ഈ കുഞ്ഞാടുകൾ എന്തിനാ പള്ളിക്കുടുത്തി പോലും പോകാതെ നേരെ ഇങ്ങോട്ട് വരുന്നത്? ഇതിനെന്നെ എന്തിനാ? ഞങ്ങൾക്ക് ആ നരകം വേണ്ട. ഞങ്ങൾ ഈ സ്വർഗത്തിന്റെ പടിവാതിലിൽ കുത്തിയിരുന്നോളാം. കേട്ടല്ലോ? ഇടോ, മരിച്ചവരുടെ കഥകളല്ല, ജീവിച്ചിരിക്കുന്നവരുടെ വീരകഥകളാണ് ചെറുപ്പക്കാർ കുത്തേജനം നൽകുന്നത്. ഉദാഹരണമായി, ഫോർ എക്സാമ്പിൾ, അടുത്ത തുടങ്ങിയിട്ടുണ്ടാ. In 1942 ജപ്പാൻകാരുടെ ചീറുന്ന പീരങ്കിക്ക് മുമ്പിൽ ഡിസംബറിലെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ ഒരു കൊച്ചു വിച്ചാത്തി പോലും കയ്യിലില്ലാതെ ഈ ഞാൻ, ഈ അങ്കിൾ ഫെർണാണ്ടസ്, അപ്പൊ അതും വേണ്ടേ? അല്ലെങ്കിൽ വേണ്ട. ഉച്ചപൂജയ്ക്കുള്ള ഒരു പൊതി ഇങ്ങി തന്നാ ഞങ്ങളങ്ങ് കാശെടുക്ക. തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ കണക്ക് പറയാം. അയ്യോ, ഒരു താങ്ക്സിലും പറയടോ. ഇടോ, ദരിദ്രവാസി ഉച്ചയ്ക്ക് നക്കാനുള്ളത് തരുന്നത് ഈ പിള്ളേരാ, അല്ലാതെ തന്റെ ശവങ്ങളല്ല. താങ്ക്സ് മതിയല്ലോ. വൈകുന്നേരം കാണണം. നാളെ വന്നാലും മതി. ഞാനൊന്ന് തീരുമാനിച്ചു. എന്താ? ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും മരിക്കുന്നില്ല. അയ്യോ, അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പെട്ടിയുടെ കാര്യം എന്താ ചെയ്യാ? അതിലേതെങ്കിലും കൊള്ളാവുന്ന ശവങ്ങൾ വന്നോളും. ഇടോ, നമ്മൾ പോയാ പിന്നെ കുഞ്ഞാടുകളെ ആര് നയിക്കും? ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. താനത്തേര് ഉറന്നിരിക്ക. അയ്യോ, ഞാൻ 3-4 ദിവസമായി ഉറങ്ങിയിട്ട് ഉറക്കം വരിക.
ഭക്ഷണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞ്. എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്കേ. എന്നും ഇങ്ങനെ അത്താഴപ്പഴിച്ച് കിടന്നാലോ? കുഞ്ഞെ എന്താണോ? ഈ പാലെങ്കിലും കുടിക്കും കുഞ്ഞെ. എനിക്ക് വേണ്ട. കുറച്ചെങ്കിലും കുടിക്കും കുഞ്ഞെ. പോടോ. പാലും സോപ്പും. ഈ നാട് നന്നാക്കാനാണെന്നും പറഞ്ഞ് നിന്റെ ഒരു നടപ്പും ക്ലബും സംസ്കാരവും ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാണ്. അത് ഞാൻ എന്തോ ചെയ്തെന്നാ നിങ്ങൾ പറയുന്നത്? നിന്റെ ഒരു ശൃംഗാരവും മറ്റുള്ളവരുടെ മുമ്പിലെ കുഴച്ചിലും നാളെ വരെ അറിയിച്ച് അടങ്ങുമെന്ന് വെച്ചാ അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യം പോലും. നിന്റെ പുറകെ കിടക്കുന്ന പൂവാലന്മാരുടെ ലിസ്റ്റ് എടുത്ത് ഞാൻ കൈ തരണമായിരിക്കും. ഒരു സൽഗുണസമ്പന്നൻ. മറ്റുള്ളവരൊന്നും അറിയുന്നില്ലെന്നായിരിക്കും വിചാരം. കൊഞ്ചാനും കൊഴയാനും അല്ലെങ്കിൽ പിന്നെ എന്തിനാ സെക്രട്ടറി എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്? അതെന്റെ ബിസിനസിന്റെ കാര്യമാണ്. അറിയാം. ഹോട്ടൽ മുറിയില്. അല്ല, മോൻ എണീറ്റോ? മമ്മി കാപ്പിയും കൊണ്ട് വരാനിരിക്കുകയല്ലായിരുന്നോ? ഡയറി ഇന്നലെ വന്നപ്പോ മോനെ മുറിയെ കണ്ടില്ലല്ലോ. നീ എവിടെ പോയി? പിന്നെ ആമ്പിള്ളേരാവുമ്പോ പുറത്തൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിന്നിരിക്കില്ലേ? അല്ലേ മോനെ? നിന്റെ ഒരു അതുകൊണ്ടാ. പിന്നെ കള്ളനാന്ന് അന്നല്ലേ മനസ്സിലായത്? ആ പെർഫോമൻസ് ഉണ്ടല്ലോ, വരാതിരിക്കാൻ ഒക്കുമോ? അപ്പോ നീ തീർച്ചയായും അങ്ങോട്ട് വരുമല്ലോ. ഓക്കെ മോനെ, ഈ ന്യൂ ഇയറിന് മമ്മി എന്താ പ്രസന്റേഷൻ തരേണ്ടത്? ഒന്നും വേണ്ട, ഉപദ്രവിക്കായിരുന്നാ മതി. ഇപ്പൊ നിനക്ക് ഞാനൊരു ഉപദ്രവല്ലേ? നിനക്ക് വേണ്ടിയാടാ ഞാൻ ജീവിക്കുന്നത് തന്നെ. ഇപ്പൊ കൂടെ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാണേണ്ടവരെയൊക്കെ കാണാൻ നിന്റെ ഡാഡിയോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എവിടെ നോക്കിയാലും ആക്സിഡന്റിന്റെ വിവരമേ ഉള്ളൂ. ആ, നീ ബൈക്ക് എടുക്കണ്ട കേട്ടോ, കാർ എടുത്താ മതി. എന്നെന്തിനാ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നേ? ഞാൻ അവിടെ ഇത്തിരി കഞ്ചാവ് വലിച്ചു. വേണ്ട, നീ ലൈറ്റും കെടുത്തില്ലോ. അങ്ങേര് ഫ്ലാറ്റാ. ഫ്ലാറ്റോ? നോക്കട്ടാ. എന്തോടി ചേട്ടോ? അളവെത്രയാ? നീളോ വീതിയും പറ. ഇത് ഫ്ലാറ്റ് തന്നെയാ. നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് ഏതെങ്കിലും ഒരു ചരക്കിന് ഹാപ്പി ന്യൂ ഇയർ അടിച്ചില്ലേ പിന്നെ എപ്പോഴാടാ അടിക്കുന്നേ? അതിനില്ലല്ലോ എന്ന് പറഞ്ഞാ പറ്റില്ല. ആർക്കെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും പറയണടാ.
അതിനിപ്പോ എവിടെയാടാ പെണ്ണ്? ഞാനൊരു ഐഡിയ പറയാം. ഇവന്റെ ഒരു ഐഡിയ സർ. മിണ്ടായിട, ഞാനിത് പറയട്ടെ. നമ്മൾ ഐശ്വര്യമായിട്ട് ടെലിഫോൺ ഡയറക്ടറി എടുക്കുന്നു. ദൈവത്തെ വിചാരിച്ച് തുറന്ന് ഒരു നമ്പർ തപ്പുന്നു. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടൂലേ? പിന്നെ നമ്മള് ഫോണില് ഹലോ ഹാപ്പി ന്യൂ ഇയർ. ഇവന്റെ ചില ഐഡിയാസ് കൊള്ളാം കേട്ടടാ. അതിനിപ്പോ ആരടാ ചെയ്യാൻ പോണേ? അത് പിന്നെ നമ്മളെ പറ്റൂല. പോക്കടാ. പറ്റൂല. എനിക്ക് പറ്റില്ല. എന്താണ് പിന്നെ ഞങ്ങളൊക്കെ ഇരിക്കടാ. Now we'll make a phone call, okay? Oh God, Father, Son, and the Holy Spirit. Beep 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 beep. Got it. Love Creeper, Premalada, 67653. I will get her. I will get her. It's ringing. Hello, Premlata here. Hi, ഒരു പെണ്ണടാ. പെണ്ണോ? പറ, വേഗം പറ. ശബ്ദം മധുരം. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ്. കട്ട് ചെയ്തടാ. അങ്ങനെ വിടാൻ പാടില്ല. I will get her. അപ്പോഴേ ഞാനൊരു പ്രസന്റേഷൻ തന്നില്ലേ, അതുപോലെ എനിക്കും. Shut up. Nonsense. എന്താടാ? എന്ത് പറ്റി? ഷട്ടർ പറഞ്ഞടാ. ശബ്ദം മധുരം. സാരമില്ലടാ, പെണ്ണിന്റെ വയലിൽ നിന്നല്ലേ മധുരിക്കും. I will get her. Shit, it's still engaged. അവള് റിസീവർ താഴെ വെച്ചിട്ടുണ്ടാവും. അവളെ അങ്ങനെ വിടാൻ പറ്റില്ല. നാളെ പിടിക്കണം. Don't forget the number. 67653. 67653. ഹലോ, ആ ഉഷയാണോ? സെയിം ടു യു. സുനിലോ? ഇപ്പൊ വിളിക്കാം. മോനെ, മോനെ സുനിൽ, എന്തൊരു ഓർക്കാ മോനെ ഇത്. ദേ ഉഷ ലൈനിൽ നിൽക്കുന്നു. മമ്മിയാണ് മോനെ നെനപ്പിക്കുന്നത്. ജാനുവരി 1 അല്ലേ?
ഹലോ, സുനിൽ സ്പീക്കിംഗ്. ആ, സെയിം ടു. ആ, നാളെ മറ്റോ ആകാം. ഓക്കെ. Hello. Premlata here. Oh, what a seductive voice. Sweet. ആരാ സംസാരിക്കുന്നേ? നിന്റെ ശബ്ദമാധുരിക്ക് ഒരു ഗിഫ്റ്റ്, ഒരു വിദൂര ചുംബനം. ഹലോ ഹലോ, കട്ടായടാ. ഒരു മയവും ഇല്ലാതാന്നല്ലോടാ. ഇവളല്ല, ഇവളെക്കാൾ വലിയവൾ വീഴും. പിന്നല്ലേ പാവം പ്രേമലത. ഒന്നുകൂടെ നോക്കടാ. തെറി ഞാൻ തന്നെ കേൾക്കണം അല്ലേ? നീയല്ലേടാ മോനെ ഹീറോ. ഒന്നുകൂടെ നോക്കടാ പഹയ. നിന്റെ ഒരു വെപ്രാളം. അവളെ നമുക്ക് എത്രയാണ് നമ്പർ? 67653. ഹലോ. മോളെ ഇനി വാ. ഹലോ. ഏയ് മോളെ. ഉണ്ടല്ലോ. ഓ വിളിക്കാം. കൊച്ചമ്മ മേലാതെ സാവിത്രി കൊച്ചമ്മ വിളിക്കുന്നു. പോരെ. ഹലോ. അയ്യോ സോറി ട്ടോ, ഞാൻ കൊച്ചിന് ചോറ് കൊടുക്കായിരുന്നു. എപ്പോ വന്നു? ആ, കോൾ അടിച്ചു. ആര്? ചേട്ടനോ? ചേട്ടൻ എപ്പോഴും ടൂറിലാണല്ലോ. വല്ലപ്പോഴും ഇവിടെ ഉണ്ടായ ഭാഗ്യം. പിന്നെ മോളുള്ളതുകൊണ്ട് ബോറടി അറിയുന്നില്ല. അവളും കോൺവെന്റ് പോയ പിന്നെ വീണ്ടും തനിച്ചായി. രണ്ടുപേരും കൂടെ ഒരു ദിവസം ഇങ്ങോട്ട് വാ. വെക്കട്ടെ. എന്താടാ പറയണ്ടേ? നീ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയടാ. റെഡി ആയിട്ടിരിക്കാൻ പറ. ഞാനേ അങ്ങോട്ട് വരികയാണ്. നീ റെഡി ആയിരിക്കെ. റെഡി എന്ന് പറഞ്ഞാൽ നിന്റെ ബർത്ത്ഡേ സ്വീറ്റിൽ പിറന്ന പോലെ. ഹലോ, ഹോട്ടൽ മെട്രോ. മിസ്റ്റർ ജയകുമാർ ഒന്ന് കണക്ട് ചെയ്യാമോ? പുറത്തു പോയിരിക്കണോ? വന്നാ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പറയണം. മിസ്സസ് ആണ്, അത്യാവശ്യ കാര്യമാണ്.
ആരെ? പിന്നെ എൻഗേജ്ഡ്. ഓ, ഇപ്പൊ വിളിച്ചതും അയാൾ തന്നെയാണെന്ന് ഉറപ്പാണോ? ശരി, നിങ്ങൾ അപ്സെറ്റ് ആകാതെ ഞാൻ ഉടനെ വേണ്ടത് ചെയ്യാം. നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറയൂ. ആ, ശരി. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകൾ കാണുമ്പോ മനസ്സിൽ പേടിയാ. ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. ധൈര്യമായിരിക്കെ. എന്തായാലും പോലീസിന്റെ സഹായം എപ്പോഴും ഉണ്ടാവും. ഒരു നിസ്സാരമായ ഫോൺ കോൾ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തള്ളിക്കളയാവുന്ന ഒരു കേസല്ലിത്. ഒരുപക്ഷെ റേപ്പ് സംഘത്തിൽപ്പെട്ട ആരുടെയെങ്കിലും വേലയാകും. കുറച്ചു കാലമായി വളരെ വിദഗ്ധമായ രീതിയിൽ അവർ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന് എന്താ ജോലി എന്ന് പറഞ്ഞത്? ഗ്വാലിയറിന്റെ മാർക്കറ്റിംഗ് മാനേജരാ. കൂടുതൽ സമയം ടൂറിലായിരിക്കും. കോള് ട്രേസ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. ഇനി മറ്റൊരു കാര്യം, ഒരല്പം വിഷമമുള്ളതാണ്, എങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഫോൺ വരുമ്പോ കുറേ നേരം അയാളെ സംസാരിക്കാൻ അനുവദിക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ ഫോൺ താഴെ വെക്കാതിരിക്കുക. അയാൾ എന്ത് വേണമെങ്കിൽ പറയട്ടെ, കാര്യമാക്കണ്ട. മാത്രമല്ല, നിങ്ങൾക്ക് അയാൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന രീതിയിൽ റിയാക്ട് ചെയ്യുകയും വേണം. എങ്കിലേ അയാൾ വീണ്ടും വിളിക്കൂ. ഓരോ തവണ വിളിക്കുമ്പോഴും ഫോൺ എടുക്കണം, സംസാരിക്കുകയും വേണം. പിന്നെ കണ്ടുപിടിക്കുന്ന കാര്യം എളുപ്പമായി. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ ജോലി എളുപ്പമാവും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ആ, മോളല്ലേ? എന്താ മോടെ പേര്? ഇന്ദു. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? മെഡിക്ക്. വരട്ടെ. ആ, മോൾ എടുക്കണ്ട. ആ, ഫോൺ എടുക്ക്. എന്റെ കരളിന്റെ കുളിരെ, നീ ഒരു പ്രണയ മന്ദാര സിന്ദൂര പുഷ്പമാണ്. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് സഹാറ മരുഭൂമി പോലെയാണ്. പ്രാണനാഥേ, നിന്റെ നഗ്നമേനിയുടെ വടിവുകളും തുടിപ്പുകളും സ്വപ്നം കണ്ട് എത്രയെത്ര രാത്രികളാണെന്നോ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുള്ളത്. നീ എന്റെ പ്രേമം അറിയാത്തത് എന്താണ് പ്രിയേ? നീ എന്റെ... അവൾ ഫോൺ കട്ടിയിട്ടില്ലടാ. എന്റെ സാഹിത്യം അവൾക്ക് സുഖിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ചങ്ങമ്പുഴയുടെ രമണനാണ്. ഷേക്സ്പിയറിന്റെ റോമിയോ ആണ്. ഒമർ ഖയാമിന്റെ അരുമ ശിഷ്യനാണ്. ഇതാ പെട്ടെന്ന് മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തേക്ക്. കമോൺ. എല്ലാ വാതിലുകളും ചവിട്ടി തുറന്ന് ഇന്ന് രാത്രി ഞാൻ വരും. ആ പട്ടുമെത്ത എനിക്ക് വേണ്ടി അലങ്കരിക്കൂ. കേട്ടോ? കേട്ടോ? എന്താ കേട്ടില്ലടാ? She called me darling. I am happy than all. She called me darling. ഇവന് ഇവിടെ എല്ലാം തോന്നില്ലടാ. അല്ല, അവന് പ്രേമലതയെ കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേടാ അവള് വീഴുവെന്ന്. കാര്യമൊക്കെ ശരി, 50-50. ഈ ഫോണിൽ സംസാരിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതേ പിന്നൊരു കാര്യം, കളിക്കുന്നതൊക്കെ ശരി, അവൾ ഏതാ പാർട്ടിന്ന് ആർക്കറിയാം? വല്ല ഐജിയുടെ മറ്റോ ഭാര്യയാണോ? അവരെങ്ങാനും ഫോൺ ട്രേസ് ചെയ്താൽ കഴിഞ്ഞില്ലേ? ഏതായാലും നമുക്കിനി വീട്ടിൽ നിന്ന് ഫോൺ വേണ്ട. തന്നെയുമല്ല, ഡാഡി മമ്മി എങ്ങാനും പറഞ്ഞ അതും കുഴപ്പ. അവര് വരുന്നവരെ ഈ കളിയൊക്കെ അവിടെ പറ്റൂ. അതൊക്കെ പിന്നെ. അവളെ ഒന്ന് കാണാൻ എന്താ വഴി? അഡ്രസ് അല്ലടാ കയ്യിലിരിക്കുന്നേ, തേടി പിടിക്കുക തന്നെ. വീട്ടിൽ പോകുന്നത് ഞാനില്ല, പോകുന്നതിനൊക്കെ പോയിച്ചാ മതി. അവനെ ആരാണ്ട് വിളിച്ച മാതിരി നീ വരണ്ട. അല്ലേ പിന്നെ വരാൻ പോകുന്നു.
പെണ്ണോടെ നീ ഒന്ന് അടങ്ങടാ. ലക്കുണ്ടെങ്കിൽ വരാതിരിക്കില്ല. സ്കൂൾ വാൻ വരുന്നു. വല്ല കിളവിയായിട്ടാണ് 5-6 പിള്ളേരെയും പറ്റി. നീ ക്ഷമിക്കണം. നമ്മൾ ചുമ്മാ പപ്പാ. ചേടാ, കുട്ടികളുണ്ടെന്നും വെച്ചാൽ അതൊന്നും ഒരു പ്രശ്നമല്ല. ആള് കാണാൻ കൊള്ളാമോ? എങ്കിൽ നോക്കിക്കോ. ഇവനോടല്ലേ ഈ പറയുന്നത്? നല്ല ഐശ്വര്യമുള്ള നല്ല A1. നിന്നോട് എന്തിനാ ഇതൊക്കെ ഈ പറയുന്നത്? ഒന്ന് പറയടാ. ഡേ, ഒന്ന് മിണ്ടായിരടാ. അതല്ലടാ, ഈ ഫാമിലി പാർട്ടി ആകുമ്പോഴേ യാതൊരു പ്രശ്നവുമില്ല. സംഗതി സേഫ് അല്ലേ? അല്ല, കുഴപ്പമുണ്ടേല് ഞങ്ങള് നോക്കിക്കോളാവേ. ജോണി, കുഴപ്പമല്ല ഉണ്ടാവോടാ? തുടങ്ങി. ഇവനാണെങ്കിൽ കഞ്ചാവടിക്കുമ്പോഴെങ്കിലും കുറച്ച് ധൈര്യമുണ്ട്. നിനക്ക് അതുമില്ലല്ലോ. അല്ല, അതുകൊണ്ടല്ല. ആ, അന്നപ്പോഴെന്നെ ഡാർലിംഗ് വിളിച്ചല്ലേ? പിന്നല്ലാതെ. യു ക്യാരി ഓൺ മാൻ. ഇതുപോലെ ഒരു ചാൻസ് വരാനുണ്ടോ? എന്റെ പൊന്നു മോളെ, ഞാൻ നിന്നെ ഒരു 100 തവണ ഫോൺ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് എടുക്കണ്ടേ? ഞാൻ എങ്ങനെ എടുക്കുന്നായി പറയണേ? 2 ദിവസമായിട്ട് ഫോൺ ബില്ല് കേട്ടാലേ എനിക്ക് ആകെ ടെൻഷനാ. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ചേട്ടൻ ഇങ്ങനെ ലോകം ചുറ്റി നടന്നാലോ? ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം അവൻ ഫോൺ ചെയ്തെന്നറിയോ? എന്തൊക്കെ തോന്നിയ അവൻ പറഞ്ഞു കൂട്ടണേ. ഒന്നുമില്ല. ഒരു പീറ ചെറുക്കം വല്ലതും പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ പേടിച്ചാലോ? അവനൊരു ചുക്കും ചെയ്യില്ലെന്നേ. ചേട്ടൻ അതും പറഞ്ഞങ്ങ് പോയാ മതിയല്ലോ. അവൻ എപ്പോഴാ കയറി വരുമെന്ന് എനിക്ക് പേടി. എനിക്ക് പോവാതൊക്കോ മോളെ, എന്റെ ജോലി അത്തരത്തിലായി പോയില്ലേ? ആ നോക്ക്, ഈ ടൗണിലാവുമ്പോഴേ ഇങ്ങനെ പലതും നടന്നിരിക്കും. നീയാണെങ്കിൽ ഒരു തനി നാടൻ, എന്താ പറയേണ്ടത്, ശാരീരിക സൗന്ദര്യമൊന്നോ സന്ധ്യക്ക് വിളക്കും ഒക്കെ എടുത്ത് ദീപം ദീപം എന്നൊക്കെ പറഞ്ഞു. അയ്യോ, അവനാ ഫോൺ ചെയ്യുന്നത്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഹലോ, എന്താ? അല്ല, പക്ഷെ ആള് മാറി. വല്ല പോലീസോ മറ്റോ ആണോ? പോലീസ് അവന്റെ ഒരു ഭാവന പോന്ന്. അവനവിടെ കാവലിരിക്കല്ലേ? എടാ, അവിടെ മറ്റേ ആനക്കാരനാവോ? അവൻ അതിനപ്പുറം. നീ ഒന്നുകൂടെ കറക്കടാ, വല്ല റോങ്ങും വീണായിരിക്കും.
കാര്യം ചെയ്യും, ഞാൻ ഉച്ചയ്ക്ക് വരാം. ഓഫീസിൽ കൊടുത്തേക്ക്. ആരാ ഇപ്പൊ ഫോൺ ചെയ്ത്? ഹലോ പറഞ്ഞു, കട്ടായി. നിനക്ക് ഫോണെന്ന് പറഞ്ഞാലേ പേടിയായി തുടങ്ങില്ലേ? അവൻ തന്നെ ആയിരിക്കുള്ളൂ അത്. ഞാൻ തനിച്ചാണെന്ന് വിചാരിച്ച അവൻ ഈ വൃത്തികേടുകളൊക്കെ കാണിക്കുന്നത്. ചേട്ടന്റെ ശബ്ദം കേട്ട് വെച്ചതാവും. സാരമില്ലെന്നേ. പോലീസുകാരെന്താ പറഞ്ഞേ? ഇനി അവൻ ഫോൺ ചെയ്യുമ്പോ സംസാരിച്ചോണ്ടേ ഇരിക്കാം അവനോടെ. ഇനി അവനെന്ന് വിളിക്കട്ടെ, റാസ്കൽ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ കുന്താന്റെ അടുത്ത് എവിടെ കൊണ്ട് കളാ, അല്ലെങ്കിൽ ഈ നമ്പർ ഒന്ന് മാറ്റ്. അതും അല്ലെങ്കിൽ ചേട്ടന്റെ പേരിലാക്ക്. ഒന്ന് പേടിക്കാതെ മോളെ. അല്ലെങ്കിൽ പോകുന്നിടത്തൊക്കെ എന്നെയും കൊണ്ടുപോ. എന്നെ കൊണ്ട് പറ്റില്ല ഒറ്റയ്ക്ക് ഇവിടെ കഴിയാൻ. അപ്പൊ മോളോ? ഒന്ന് ബേജാറാകാതെ എന്റെ ശ്രീമതി. ഒരു സിമ്പിൾ ഫോൺ കോൾ അല്ലേ പ്രശ്നം? അതെ അതെ, ഫോൺ കോൾ തന്നെയാ. അവനതീ പറയുന്ന ചേട്ടനൊന്ന് കേൾക്കണം. അവനെ നമ്മൾ പിടിക്കുന്നു. എന്താ പോരെ? അവൻ തന്നെയാ. ചേട്ടൻ അങ്ങോട്ട് എന്ന് രണ്ട് കൂട്. അതോടെ അവൻ നിർത്തണം. ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ DYSP ആണ്. അല്ല, ഫോൺ എടുത്ത ഉടനെ തെരുവിളിയാണോ? സോറി സാർ. അതെ, ഞാൻ ലതയുടെ ഹസ്ബൻഡാണ്. അതെ, തെറ്റിദ്ധരിക്കരുത് സാർ. പോലീസ് ഓഫീസർ. അതെ സാർ. മിസ്റ്റർ ജയകുമാർ, ഒന്ന് ഇവിടം വരെ വരണമല്ലോ. ഉടനെ. ശരി സാർ. കോൾ ട്രേസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ജസ്റ്റ് കോൺ ടോളറേറ്റ് ഇറ്റ് സാർ. ടോളറേറ്റ് ചെയ്തേ പറ്റൂ. വികാരം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് നമുക്ക് അവനെ പിടിക്കേണ്ടത്. നിങ്ങൾ കുറെ കൂടെ ക്ഷമ കാണിക്കണം. നിങ്ങൾക്ക് അങ്ങനെ പറയാം. നിങ്ങൾ പോലീസുകാരുടെ പലതിനോടുള്ള സമയം ശരിയല്ല സാർ. അല്ലെ പിന്നെ 3 ദിവസമായിട്ട് നിങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തന്ത്രം കൊണ്ടേ അവനെ വീഴ്ത്താൻ പറ്റൂ. അതിന് നിങ്ങളുടെ ഭാര്യ കൂടെ സഹകരിക്കണം. ഇനി അവൻ വിളിച്ചാൽ അവനോട് അല്പ സ്നേഹഭാവത്തിൽ സംസാരിക്കാൻ പറയണം. അവരെ തേടി അവൻ വരും. ഇതൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ചെയ്തേ പറ്റൂ. അവനെ എവിടെ വെച്ചെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വരെ പറയാൻ പറയണം. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. പ്രേമേ, പ്രേമേ, എന്നിട്ട്? അയ്യോ, എനിക്ക് പറ്റൂല. ഞാനൊന്നും എടുക്കൂല. എടുക്കാനല്ലേ പറഞ്ഞു, മറ്റേ കക്ഷിയാണെന്ന് അറിയാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടൻ വഴി എടുത്തോ. എടുക്കണ്ട് പ്രേമേ. ഹലോ. ഹലോ. അപ്പോഴേ ആരോരും അറിയാതെ, നീ പോലും അറിയാതെ ഞാൻ നിന്നെ കണ്ടു. എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ സ്വപ്നം കണ്ടതിലും ഒക്കെ സുന്ദരി. ഐ എം നോട്ട് ഫ്ലാറ്ററിംഗ്, പ്രോമിസ്. ബ്യൂട്ടിഫുൾ ലിപ്സ്, ബ്യൂട്ടിഫുൾ ബോഡി, വീനസിനെ പോലെ. എനിക്ക് കേൾക്കണ്ട, ചേട്ടൻ വേണേ കേട്ടോ. അപ്പോഴേ സാരിക്ക് പകരം സ്വിമ്മിംഗ് സൂട്ട് ആവുന്നതാണ് നല്ലത്. യു ലുക്ക് സോ നൈസ്. ഒന്ന് പിടിച്ചേ. ഞാൻ പിടിക്കൂല. ആ റാസ്കലിനോട് എവിടെങ്കിലും വരാൻ പറ. ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. അവന്റെ ശല്യം തീർക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. എനിക്കൊന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്താ പറയണ്ടേ? അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എങ്ങനെയൊന്ന് കാണുവാൻ ചോദിക്കാം. അതൊക്കെ ഇരിക്കട്ടെ. ചിരിച്ച് സോഫ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന പോലെ. അതൊക്കെ ഇരിക്കട്ടെ, എങ്ങനെയൊന്ന് കാണാൻ പറ്റുക ചോദിക്കാം. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എങ്ങനെയാ ഒന്ന് കാണാ? എന്താ അവൾ കാണുമെന്ന് പറയുന്നതാ? അതെയോ? എവിടെയാ വരാൻ പറയണ്ടേ? പാർക്ക്, പാർക്ക്. അല്ലെങ്കിൽ വേണ്ട, മ്യൂസിയം പറ. മ്യൂസിയം മതി. പിന്നെ മ്യൂസിയത്തിൽ വന്നാൽ മതി. ആ മണ്ഡപത്തില്. എനിക്ക് തന്നെ അറിയാലോ, ഞാൻ കണ്ടുപിടിച്ചോളാം. ഒരു 5 മണിക്ക്. പിടിച്ചോ. മതിയായല്ലോ. ഇനി എന്തൊക്കെ വേണം? ഇനി എന്റെ സൗണ്ടോടെ ഇറങ്ങി പോകാനും പറ. വേണ്ട, വീട്ടിലിരിക്കുന്ന ആളെ തിരക്കിടില്ല. 6 മാസം വീട്ടിലാണെങ്കിൽ 6 മാസം ലോകം ചുറ്റില്ല. നമുക്കും ജീവിക്കണ്ടേ മോളെ? അടുത്ത ടൂറിന് മുമ്പ് പോലീസ് അവനെ പിടിച്ചിരിക്കും. പോരെ? അപ്പോഴേ സാറേ, ഞങ്ങളിവിടെ മാറി നിന്ന് കണ്ട് ആസ്വദിച്ചോളാം. പിന്നെ എന്ത് കിട്ടിയാലും കൃത്യമായി വീതിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇടയിൽ അലിഖിത നിയമം. ശരി ശരി.
വളച്ചത് നീയാണെങ്കിലും അതിന്റെ പിന്നിലുള്ള ബ്രെയിൻ ഞങ്ങളുടെയാ. പന്ത് ഞങ്ങളുടെ കോട്ടിലേക്കൂടെ ഒന്ന് ഇട്ടേക്കണേ. ആ ശരി ശരി, മാറി കേടാ, സൂക്ഷിച്ചൊക്കെ വേണേ. ഓൾ ദി ബെസ്റ്റ്. എഴുന്നേക്കടാ. സുഖിമാന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ? നീ അവനെ കാണണ്ട. അവൾ ഒറ്റയ്ക്കല്ല, കൂടെ പോലീസുണ്ട്. എന്നെ പിടിച്ചു കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതൊന്ന് കാണണമല്ലോ. അതൊന്നും പറഞ്ഞോണ്ടിരിക്കാ, വേഗം എന്തെങ്കിലും വഴി നോക്ക്. അവളവിടെ നിപ്പുണ്ട്. ഒരു പേനടാ. എന്നെ പിടിപ്പിക്കാൻ എന്റെ പ്രേമി നീ ഒന്നുകൂടി ജനിച്ചു വരണം എന്ന് നിന്റെ യെസ്. ഇനി വന്നേ. ഒരു 2 രൂപ ഉണ്ടോ? ആ ദാ ഇത് വെച്ചോ. പിന്നെ ആ നിൽക്കുന്ന മഞ്ഞ സാരി എടുത്ത ചേച്ചിയില്ലേ, ആ മഞ്ഞ സാരി എടുത്ത് ആ ചേച്ചിയുടെ ഇത് കൊണ്ട് കൊടുക്കണം. വായിച്ചു നോക്കരുത്. ഇതുകൊണ്ട് കൊടുത്താ ഉടനെ ഓടിക്കണം. ഓടിക്കണം. ഞങ്ങളെ വന്നോണ്ട് പറയരുതേ. അവിടെ നിന്ന് ചേട്ടൻ തന്നതാ. എന്താ ഇതും കൊടുത്തു വിട്ടേച്ച് അയാൾ പോയി. എനിക്ക് പേടിയായിട്ട് വയ്യ. ഇതിൽപ്പോ ഒരു നാണക്കേടുണ്ടോ മിസ്റ്റർ സോമശേരൻ? നിങ്ങൾ പറഞ്ഞു വിട്ട 2 വണ്ടി പോലീസുകാർ നോക്കി നിൽക്കേ അവൻ സുന്ദരമായിട്ട് നിങ്ങളെ വെട്ടിച്ചളഞ്ഞില്ലേ? വെറുതെ എന്താ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇതൊക്കെ കാണാനോ? ജയകുമാർ ഇത്ര ചൂടായി സംസാരിക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു സാധാരണ ക്രിമിനലിനെ പിടിക്കുന്ന പോലല്ല ഇത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മളൊരു ശ്രമം നടത്തി, പൂർണ്ണമായും വിജയിച്ചില്ല. സാറ് പറയുന്ന കേട്ട ഏതാണ്ട് നേടിയ മാതിരി തോന്നും. അവന് നേരിട്ട് തെറി പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു കടലാസ് കൊണ്ട് എഴുതി കൊടുത്തയച്ചു, അത്ര തന്നെ. അത് തന്നെ ഒരു തെളിവാണ് മിസ്റ്റർ ജയകുമാർ. ഹലോ, യെസ് സർ, കോൾ ഫോർ യു. ഹലോ, യെസ്. അതെയോ? അപ്പോ ആ ലെറ്റർ ഉടനെ തിരിച്ചയച്ചേക്ക്. ശരി മിസ്റ്റർ വിജയകുമാർ, നമ്മൾ ഊഹിച്ച പോലെ തന്നെ. ജയകുമാർ, ഐ വിൽ കാച്ച് ഹിം ലൈക്ക് ദിസ്. ഞങ്ങൾക്ക് 2 ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഒന്നവന്റെ കയ്യക്ഷരം, മറ്റൊന്ന് ഹീസ് എ ഡ്രഗ് അഡിക്റ്റ്. പിന്നെ ഇവിടെ മയക്കുമരുന്ന് വിൽക്കുന്നു എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്യും സർ. റെയ്ഡ് ചെയ്യണ്ട, ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ മിസ്റ്റർ ജയകുമാർ സംശയിക്കുന്നത് പോലെ അത്ര കഴിവില്ലാത്തവരൊന്നും അല്ല നമ്മുടെ പോലീസുകാർ. അല്ലായിരിക്കും. ഞാൻ ആരെയും ചെറുതായി കണ്ടില്ല സാർ. എന്റെ പ്രശ്നം പറഞ്ഞു, അത്രേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവന്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി. മിസ്സസ് തനിച്ചാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതൊക്കെ നമുക്ക് പിടിക്കാമെന്ന് ധൈര്യമായിട്ട് പോയിക്കോളൂ. ശരി സാർ. അയാൾ പറഞ്ഞ 100% ശരിയല്ലേ?
നിങ്ങൾ കുറെ പോലീസുകാരെയും കുട്ടി സ്പോട്ടിൽ തന്നെ പോയി ഇറങ്ങിയോണ്ടല്ലേ അവൻ എസ്കേപ്പ് ചെയ്ത്? തന്നെയുമല്ല, നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോയത് തന്നെ വിട്ടിത്തമല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല സർ. എന്തുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? അവൻ പബ്ലിക് കോൾ ഓഫീസിൽ നിന്ന് മാത്രം ഫോൺ ചെയ്യാൻ ബുദ്ധി ഉപയോഗിക്കുന്നവനല്ലേ? അവനെ നിങ്ങൾ എങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു? അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ വളയാമെന്നാണ് ഞാൻ കണക്കൂട്ടിയത്. നിങ്ങളുടെ കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട. മേലാൽ ഈ കേസ് അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സർ, എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുക്കണം. സർ. ഇതിപ്പോ കളി കാര്യമാവുന്ന ലക്ഷണമാണല്ലോടാ. സത്യം പറഞ്ഞ എനിക്ക് പേടിയായി തുടങ്ങി. നീ പേടിക്കൊന്നും വേണ്ടടാ. ഏത് പോലീസാ വരുന്നത് നമുക്കൊന്ന് കാണണമല്ലോ. പറയാൻ എളുപ്പമുണ്ട്, പക്ഷെ അവരുടെ വീഡിയോ ഉണ്ടല്ലോ. ഇവനെ പോലൊരു പേടിത്തോണ്ടൻ. അഡ്വഞ്ചറസ് ആയിരിക്കണോടാ ലൈഫ്. അവൾ എന്നെ പിടിപ്പിക്കാൻ നോക്കിയതാണോടാ ജോണി? ഏയ്, നിനക്കൊരു ഉമ്മ തരാൻ നോക്കിയതല്ലേ? അപ്പോ അവളെന്നെ അങ്ങനെ വിളിച്ചതോ? ഓഹോ, ഷാർപ്പുഴ പഴയ ഡാർലിംഗിലാ. വിടാ, അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്തോ ഒരു വഴി നോക്ക. എങ്ങനെയാ നീ പറയണേ? ഐഡിയക്കാണോ പഞ്ഞം? നീ ഈ ഫോൺ പരിപാടി അങ്ങ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴേക്ക് എന്തെങ്കിലും വീണ് കിട്ടും. അതിന് നിങ്ങൾ തലപോകേണ്ട. 2 ഇംഗ്ലീഷ് കാസറ്റ് കണ്ടാ മതി, ഐഡിയ ഒക്കെ താനെ വന്നോളും. കൊള്ളാം, ഇതിനൊക്കെ മിടുക്കനാവൻ. കാര്യം വരുമ്പോ അവന്റെ പൊടി പോലും കാണില്ല. നിങ്ങൾക്ക് വല്ലതും പറഞ്ഞാൽ മതിയല്ലോ. നോക്കാം. ചേട്ടനില്ലാതെ ഇവിടെ കഴിയുന്ന ഓർക്കുമ്പോഴേ പേടിയാവുന്നു. എന്തൊക്കെ ആയാലും ഈ ചുറ്റിലൊന്നും കുറയ്ക്കില്ല. തുടങ്ങി പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരില്ലേ? എന്റെ മോള് ധൈര്യമായിട്ടിരിക്കും, ഒന്നും ഉണ്ടാവില്ലെന്നേ. അവളെ കണ്ടു പിടിക്കേ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അപ്പൊ ഇവിടെ എത്തും. ഓഫീസിൽ നിന്ന് കൃഷ്ണൻകുട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നവരെ അവനോട് നിൽക്കട്ടെ. ധൈര്യമായിട്ടിരിക്കണം. ഉമ്മതായിരിക്കേ. ശരി ഓട്ടെ മോളെ. ടാറ്റാ. മോളെ മാറി. മോടെ മേലൊന്ന് കഴിയച്ച് വേറെ ഉടുപ്പെടുത്തിടീക്ക്. ഹലോ, ആര്? സാവിത്രിയാണോ? അനീത്തിയോ? സാവിത്രി എവിടെ പോയി? ശരി, വരുമ്പം പ്രേമയെ ഒന്ന് വിളിക്കാൻ പറയണം. പ്രേമ ജയകുമാർ. ഒന്ന് വിളിക്കാൻ പറയണം. വേറൊന്നുമില്ല, വെക്കട്ടെ. ആരാത്? ആരാത്? ഞാനോ? എന്നുവെച്ചാ ആരാന്ന്? കൃഷ്ണൻകുട്ടി. താനായിരുന്നോ? വാ തുറന്നൊന്ന് പറഞ്ഞൂടെ? ചേട്ടൻ പോകുന്നതിന് മുമ്പ് വരായിരുന്നില്ലേ? ബസ് കിട്ടിയില്ല. ചായ കുടിച്ചായിരുന്നോ? ഇപ്പൊ വരാം. ഹലോ, ആരാ? ടൂർ പോയിരിക്കാണ്. ഞാൻ വിളിച്ചു പറയാം. ഡാഡിയുടെ ഒരു ഫ്രണ്ട്. ഫോൺ താഴെ വെച്ചത്
സോറി. ഈ മമ്മിക്ക് ഒരു പൊന്തും അറിയില്ല. ആ താ ഊണ് കഴിച്ചോ? ഓ കഴിച്ചു. എന്നാ പോയി കിടന്നോ. മോള് വാ നമുക്ക് കിടക്കാം. ആ, ഇത് വരച്ച് തീർക്കണ്ടേ? എന്നാ വരയ്ക്ക് വേഗം. ഇതാണൊരു ഫോൺ. ഹലോ, ആ ജയേട്ടനാണോ? മോളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ദാ അടുത്തുണ്ട് കൊടുക്കാം. എന്നാ മോളെ. ഡാഡി ഡാഡി, ഹലോ ഡാഡി. ഡാഡി എന്നാ വരിക? മോളെ എപ്പോഴേ കഴിച്ചു? ആ മോളിക്ക് തന്നെ. പിന്നെ സഹദേവൻ ഒരാള് വിളിച്ചിരുന്നു, പറയാൻ പറഞ്ഞു. മറ്റേ ഫോണോ? ഇതുവരെ വന്നില്ല. ഷോ, ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഇല്ല, ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. മതി ടൂറൊക്കെ. ഞാനേ ചേട്ടന്റെ മുഷിഞ്ഞ ഷർട്ടും കെട്ടിപ്പിടിച്ച് കിടക്കുക. ഇല്ല, പോ അവിടുന്ന്. ടൂറും കൊണ്ടൊക്കെ മതി. വേഗം വാ. ആ ശരി മോളെ, അതൊക്കെ എടുത്തു വെച്ചേ. വേഗമായിട്ട് കിടക്കാൻ വാ. വരച്ച് തീർക്കട്ടെ മമ്മി? എന്ന് വേഗം വരച്ചു തീർക്ക്. ഹലോ, മിസ്റ്റർ ജയകുമാറിന്റെ വീടല്ലേ? അതെ മിസ്സസ് ആണ്. ഇവിടെ ഇല്ലല്ലോ സർ. 2 ദിവസവും വരാൻ. അതേ ടൂർ പോയിരിക്കാണ്. ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ആ, പിന്നെ അവന്റെ ശല്യം ഒന്നും ഉണ്ടായില്ലല്ലോ? 2 ദിവസമായിട്ട് ഒന്നുമില്ല സർ. നിങ്ങളെയൊക്കെ കണ്ടോണ്ടായിരിക്കും. ആ, ഒട്ടും പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ശരി സർ, താങ്ക്സ്. എഴുന്നേക്ക് മോളെ. മതി മതി, വാ കിടക്കാം. എന്തിനാ മമ്മി? ഇന്ന് വരച്ചാ മതി. വാ.